പണ്ടൊക്കെ സോഷ്യൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും പേരൻസ് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ അവർക്കൊരു ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, പിന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്നു. ഈ സമയത്തൊക്കെ പാരൻസിന് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ കുട്ടികളും സ്വന്തം ഇഷ്ടത്തിനായിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് പേരെങ്കിലും ഇതിലേക്ക് ഫോഴ്സ്ഡ് ആണ്. ഒരു പക്ഷെ അവരുടെ ഫ്രീ വില്ലിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവർ ആ ജോലിക്കായിരിക്കില്ല ചിലപ്പോൾ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അപ്പോഴായിരിക്കില്ല കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ ചിലവരെങ്കിലും കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ ആ കുട്ടികൾ ആ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമെങ്കിലും പിന്നീട് ഈ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഡാമേജ് ആയി തുടങ്ങും. ഇനി അങ്ങോട്ട് ഒരു പക്ഷേ സ്വന്തം കുട്ടികളെ അവരുടെ ഫ്രീ ചോയ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ വിട്ടുകൊടുക്കുന്ന പേരൻസ് ആണ് പ്രൗഡായിട്ട് ഫീൽ ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ വാലിഡേഷന് വേണ്ടി സ്വന്തം കുട്ടികളെ കല്യാണം കഴിക്കാനും പ്രഗ്നൻ്റ് ആകാനും ഫോഴ്സ് ചെയ്യുന്ന പേരൻസ് സത്യത്തിൽ ഷെയിമാണ് ഫീൽ ചെയ്യേണ്ടത്. ഈ രീതിയിൽ സൊസൈറ്റി മാറി തുടങ്ങുമ്പോൾ ചിലപ്പോൾ എഞ്ചിനീയറും ഡോക്ടേഴ്സും ആയിട്ടുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറും ഡോക്ടേഴ്സും ആയിട്ട് മാറിയതിന് ശേഷം പല ആൾക്കാരും വേറെ പല പാഷൻ്റെ പുറകെയും പോകാറുണ്ട്. ഇപ്പം നമ്മുടെ സിനിമ ഫീൽഡിൽ തന്നെ ആക്ടേഴ്സായിട്ടും ഡയറക്ടേഴ്സും ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഹാപ്പിയറും ഹെൽത്തിയറും ആയിട്ടുള്ള ഫാമിലി ബോണ്ടിങ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ കാണിക്കുന്ന സമയത്തോ മാത്രം വേണ്ട ഒരു സാധനമല്ല. സത്യത്തിൽ ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ മീനിങ് തന്നെ ഡിഫൈൻ ചെയ്യേണ്ട ഒന്നല്ലേ.